യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ചകൾ ഫലം കാണുകയാണ്. എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, ഇനി അടുത്ത ഘട്ടം എന്താണ്? നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഭാരതം നടത്തിയ നയതന്ത്ര സ്വകാര്യ ചർച്ചകളുടെ വലിയ വിജയം എന്ന് വേണം ഇതിനെ അനുമാനിക്കാൻ. പ്രത്യേകിച്ച് നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നായിരുന്നു യമൻ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ കേന്ദ്ര സർക്കാർ നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾ നടത്തുകയും എന്നാൽ അത്തരം ചർച്ചകളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ വ്യക്തികളെ, യമൻ സർക്കാരിൽ സ്വാധീനമുള്ള സ്വകാര്യ വ്യക്തികളെ ചർച്ചയ്ക്കായി നിയോഗിക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യമൻ സർക്കാരിൽ, യമൻ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള സ്വകാര്യ വ്യക്തികളും മതപണ്ഡിതരും നിരന്തരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു ഘടകം എന്നുള്ളത് ഈ ബ്ലഡ് മണി വാങ്ങിക്കുവാൻ വേണ്ടി ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ കുടുംബത്തിലെ, അവിടുത്തെ യമനിലെ നിയമം അനുസരിച്ച് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ബ്ലഡ് മണി വാങ്ങിക്കാൻ തയ്യാറാകാത്ത പക്ഷം ഇരയ്ക്ക് മാപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഇയാളുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഇതിന് തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അതേസമയം ശരീഅത്ത് നിയമമടക്കം ഖുർആനിൽ പ്രതിപാദിക്കുന്നത് പോലെ ഇത്തരം സാഹചര്യത്തിൽ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് ഇരകൾക്ക് മാപ്പ് നൽകാം എന്നുള്ളത് ഇതിൽ പ്രതിപാദിക്കുന്നുവെന്ന് മതപണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യമനിലെ ഇവരുടെ കുടുംബവുമായും അതേപോലെ തന്നെ അവിടുത്തെ മതപണ്ഡിതരുമായും അടക്കം ചർച്ച നടത്തിയത്. ഈ ചർച്ചകളാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. താൽക്കാലികമായി സ്റ്റേ ചെയ്യുവാൻ അല്ലെങ്കിൽ താൽക്കാലികമായി മരവിപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തിന് സാധിച്ചു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയം എന്ന് വേണം അതിനെ വിലയിരുത്താൻ. നമുക്കറിയാം, ഭാരതത്തിന്റെ എംബസി അവിടെ യമനിൽ ഇല്ലെങ്കിൽ കൂടിയും സൗദി അറേബ്യയുടെ എംബസി വഴി ഭാരതം അത്തരം നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിനു പുറമെ ഭാരതം സുപ്രീം കോടതിയിലും വ്യക്തമാക്കിയത് ഭാരതത്തിന്, രാജ്യത്തിന് കഴിയാൻ വിധമുള്ള സഹായങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനൊരു കൃത്യമായ പരിധിയുണ്ട്. ആ പരിധി വരെ ഭാരതത്തിന്റെ ചർച്ചകൾ എത്തി നിൽക്കുകയാണ്. മറിച്ച് ചില സ്വകാര്യ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില സ്വകാര്യ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ഫലം കാണുമെന്നുള്ള ഒരു വിശ്വാസം കഴിഞ്ഞ ദിവസം സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു. ഏതായാലും അത്തരം ചർച്ചകൾ ഫലം കണ്ടു എന്ന് വേണം ഈ മണിക്കൂറുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനി ദിയാധനം അഥവാ ബ്ലഡ് മണി, അതും ഇനി നിമിഷപ്രിയയ്ക്ക് മാപ്പ് ലഭിക്കുമോ എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ഇനി അടുത്ത നീക്കങ്ങൾ, ഇതിപ്പോൾ താൽക്കാലികമായി മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കൊല്ലപ്പെട്ട ഈ തലാലിന്റെ നാടായ ദമാറിൽ അവിടെ വീണ്ടും ചർച്ചകൾ പലതും പുരോഗമിക്കുകയാണ്. ഇതിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ വളരെ ശക്തമായി തന്നെയുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. പൂർണ്ണമായും ഈ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇനി തുടർന്നുള്ള ചർച്ച. ഏതായാലും ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം, നാളെ നടക്കാനിരുന്ന വധശിക്ഷ അത് നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായി. അത് ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബാംഗങ്ങൾ മുഴുവനായി ഈ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാകുന്ന പക്ഷം ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് ഭാരത സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഈ ഒരു വിഷയത്തിൽ BJP-യുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ കൃത്യമായി തന്നെ ഇടപെട്ടിരുന്നു. പ്രത്യേകിച്ച് ഗവർണറുടെ ഈ ഒരു ഇടപെടൽ വളരെ നിർണായകമായി. ഗവർണർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിരന്തരം വിദേശകാര്യ മന്ത്രാലയവുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. നിരന്തരം അദ്ദേഹം വിദേശകാര്യമന്ത്രി ഫോണിൽ സംഭാഷണം നടത്തുകയും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ ഗുണം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഈ കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുക്കളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ ഈ നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ശരി, എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടക്കില്ല, അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അല്പസമയത്തിന് തന്നെ ഉത്തരവ് പുറത്തിറക്കും യമൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്.